ഹലോ, ഈ വ്ളോഗ് ഞാൻ വളരെ ഹാപ്പിയോടെയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ചിങ്കി വീണ്ടും കളിക്കാൻ തീരുമാനിച്ചു. ചിങ്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക സ്പോർട്സാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചിങ്കി വീണ്ടും എന്താ പറയുക ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിങ്കി ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുന്നത്. സോ അത് തന്നെ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ പോയതാണ്. ചിങ്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡേവിസേട്ടനെയും വൈഫിനെയും കാണാൻ വേണ്ടിയിട്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ദ ഫുഡ് വാസ് ടു ഗുഡ്. എന്താ പറയുക, വളരെ അടിപൊളി സ്ഥലം. പക്ഷെ കുറച്ചധികം സ്ട്രിക്റ്റ് ആട്ടോ, അവർ ഗസ്റ്റിനെയൊന്നും അധികം കേട്ടിട്ടില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് വേറെ ഒന്നിനല്ല, ഹിസ് ഫസ്റ്റ് ഹെയർ കളറിന് വേണ്ടിയിട്ടാണ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെയർ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിങ്കി കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിങ്കി പറഞ്ഞു, ഞാനൊന്ന് ഹെയർ കളർ ചെയ്ത് നോക്കിയാലോ. ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചിങ്കിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുന്നേ. സോ ഐ സെഡ് ഓക്കെ യാ. ഇത് ഉണ്ണിച്ചേട്ടൻ, ദ ബെസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് ഇൻ ടൗൺ. പുള്ളിക്കാരൻ എന്താ പറയുക, കുറേ സെലിബ്രിറ്റീസ് ആയിട്ട് കഴിഞ്ഞു. ചിങ്കിൻ്റെ ഏറ്റവും എന്താ പറയുക, ചിങ്കി ഏറ്റവും കംഫർട്ടബിളായിട്ട് ഹെയർ കൊടുക്കുന്ന ഒരാളാട്ടോ. അങ്ങനെ ചിങ്കിൻ്റെ ഹെയറെല്ലാം കളർ ചെയ്യാൻ തുടങ്ങി. യാ. സോ ആ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്പാച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, ഏത് കളറായിരിക്കും. ബിക്കോസ് ഓൾറെഡി റെഡ് കളർ എൻ്റെ ഹെയറിലുള്ളതുകൊണ്ട് അവർ കുറച്ച് കളേഴ്സ്, ഞാൻ ബ്രൗണിലേക്കായിരുന്നു ട്രൈ ചെയ്തത്, പക്ഷെ നടന്നില്ല. ഇത് ചിങ്കിൻ്റെ ഫൈനൽ ലുക്ക്. ചിങ്കിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടു. ആദ്യം ഒരു ഹെയർ കളർ ചെയ്തതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് പുള്ളിക്കാരന്. ഇറ്റ് വാസ് സോ ഹാപ്പി. ആൻഡ് യെസ്, വീണ്ടും ഞാൻ വേറെ റൂമിലേക്ക് വിത്ത് ഓൾ ദീസ് അഡോൺസ് ഇൻ മൈ ഹെയർ. മീൻ വൈൽ ചിങ്കി നല്ല ഉറക്കം. ചിങ്കി എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എൻ്റെ കൂടെ എവിടെ വന്നാലും കൂടെ എപ്പോഴും വരും. പക്ഷെ പുള്ളിക്കാരൻ ഒരു സൈഡിൽ ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഹെയർ കളറിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കാരവൻ. ചിങ്കീൻ്റെയും എൻ്റെ പേരൻസിൻ്റെയും ചിങ്കീൻ്റെ പേരൻസിൻ്റെയും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കാരവൻ. സോ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഫോർമൗണ്ട് PVRലേക്കാണ്, ഒഡീസി ഫിലിം കാണാൻ വേണ്ടിയിട്ട്. ദ മേക്കിംഗ് ഓഫ് ദി ഫിലിം ഒന്നും പറയാനില്ല. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മൂവി. ഇത് കുഞ്ഞിലെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷെ ഇത് ഫിലിമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അമേസിങ്. ഓ മൈ ഗോഡ്, എല്ലാവരും പോയി കാണണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ കൂടുതലൊന്നും ഫിലിമിനെ പറ്റി പറയുന്നില്ല, ബിക്കോസ് അത്രയ്ക്ക് അടിപൊളി ഫിലിമാണ്. അത്രയ്ക്ക് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഏത് ഏജ് ഗ്രൂപ്പിനും കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് കേട്ടോ. അത്ര അടിപൊളി ഫിലിമാണ്. ഇത് മേക്കിംഗ് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് വീണ്ടും എന്താ പറയുക, അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ തോന്നുക. അങ്ങനെ ഫിലിമെല്ലാം കഴിഞ്ഞു. തിരിച്ചു പോകുന്ന വഴി ചിങ്കിൻ്റെ സംഗീതമാണ്. ഞാൻ ചിങ്കി എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, നമ്മൾ പേരുകൾ കൂട്ടിച്ചേർത്തിട്ട് സ്വയമേ പാട്ടൊക്കെ ഉണ്ടാക്കി കമ്പോസ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പാടുക. അപ്പോൾ അത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു. ലവ് യു.